മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രഭാത ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഗുഡ്നെസ് TV-യുടെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവരെയും ഈ ശുശ്രൂഷയിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസഹായം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സകല മാലാഖമാരുടെ വിശുദ്ധരുടെയും മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. ലോകമെമ്പാടും ഉള്ളതായ ഗുഡ്നെസ് TV-യുടെ പ്രേക്ഷകർ നമ്മൾ ഒരു കൂട്ടായ്മയിൽ ഒരേ സമയം ഒരുമിച്ചുണ്ട് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ ഏതേത് ഭാഗത്തായിരുന്നാൽ തന്നെ പോലും ഈ പ്രഭാത വിരുന്ന് പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിത്വം ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. യേശു കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, 2 or 3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാനും അവരുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കുമെന്ന്. അങ്ങനെ യേശുവിൻ്റെ തിരു സാന്നിധ്യം ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ അരുളി ചെയ്തല്ലോ, നിങ്ങൾ ഭൂമിയിൽ 2 പേര് ഒന്ന് ചേർന്ന് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കുക തന്നെ ചെയ്യുന്നു. നമ്മൾ 2 പേരല്ല, നമ്മൾ പരിശുദ്ധ ത്രിത്വത്തോട് ചേർന്ന്, പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന്, സ്വർഗീയ വിശുദ്ധയോട് ചേർന്ന്, സകല മാലാഖമാരോട് ചേർന്ന് നമ്മൾ ലോകമെമ്പാടും ഒന്ന് ചേർന്ന് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ മിശിഹായുടെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾക്കുണ്ടാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ജൂലൈ 3-ാം തീയതിയാണ്. നമ്മൾ ദുഃഖാന തിരുനാൾ ആഘോഷിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മാർത്തോമാ ശ്ലീഹായുടെ തിരുനാളാണല്ലോ ദുഃഖാന തിരുനാൾ, ഓർമ്മയാചരണം, ഓർമ്മ തിരുനാൾ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ എത്തുന്നതിന് മുമ്പായിട്ട് മലയാറ്റൂർ തോമാസ് ശ്ലീഹായുടെ പള്ളിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി വരികയായിരുന്നു. നമുക്കെല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ദൈവസന്നിധിയിലേക്ക് ശരണം വിളികളുമായിട്ട് പൊന്നും കുരിശ് മുത്തപ്പ പൊന്മല കയറ്റം എന്ന് പറഞ്ഞുകൊണ്ട് മല കയറുന്ന നിരവധി വിശ്വാസികൾ, പ്രത്യേകിച്ച് നമ്മൾ നോമ്പുകാലത്തും പീഡാസഹന ദിവസങ്ങളിലും ദുഃഖവെള്ളിയാഴ്ചയും അതിനുശേഷം വരുന്നതായ പുതിയ ഞായറാഴ്ചയാണല്ലോ ആ തിരുനാൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. ഇന്ന് ഈ ജൂലൈ 3-ാം തീയതി തോമാസ് ശ്ലീഹായുടെ തിരുനാൾ നമ്മൾ ഓർക്കുകയാണ്. മാർത്തോമാ ശ്ലീഹ നമുക്കറിയാവുന്ന പോലെ ഭാരത സഭയുടെ അപ്പസ്തോലനാണ്. ചരിത്രങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതില്ലല്ലോ. AD 52 കർത്താവായ യേശു മിശിഹായുടെ അരുമശിഷ്യനായ തോമാസ് ശ്ലീഹ ഭാരതത്തിൽ വന്നു. അദ്ദേഹം കേരളത്തിൽ വന്നു, നമ്മുടെ ഈ നാട്ടിൽ വന്നു. അപ്പോൾ ആ തോമാസ് ശ്ലീഹ സ്ഥാപിച്ച സഭ വിശ്വാസം നമ്മൾ മാർത്തോമാ ശ്ലീഹായുടെ കത്തോലിക്കർ, ക്രിസ്ത്യാനികൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സകല വിശ്വാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗം തോമാസ് ശ്ലീഹായുടെ ദുഃഖാന തിരുനാളായിരിക്കുന്നതുകൊണ്ട് ഭാരത സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
ഭാരത സഭയെയും ഭാരതത്തെയും പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ എല്ലാ ജനങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, മണിപ്പൂരിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥയുടെ കാര്യങ്ങളിൽ മഴക്കെടുതികൾ, അതല്ലെങ്കിൽ ഉണക്ക്, അതുപോലെ തന്നെ രോഗപീഠകൾ, പകർച്ചവ്യാധികൾ, വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുപോലെ സഭയിൽ വിശ്വാസ വളർച്ച, സഭ നേരിടുന്നതായ നിരവധിയായ പ്രശ്നങ്ങൾ, അതിനെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഭാരതത്തിനും ഭാരത സഭയ്ക്കും വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗം ഈ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പ്രത്യേകമായിട്ട് സാധിക്കുന്ന ഒരു ജപമാല എങ്കിലും ചൊല്ലി, സാധിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഒരു നന്മ നിറഞ്ഞ വഴിയെങ്കിലും ചൊല്ലി നമ്മൾ ഈ പ്രത്യേക നിയോഗാർത്ഥം നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇതിലേക്ക് അനുഗ്രഹപൂർവ്വം ആനയിക്കുന്നു. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഞാൻ ഒരു വചനഭാഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയും തിരുവചനങ്ങളാണ്. ആവർത്തിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയും തിരുവചനങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ വിലാവിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താൽ അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ വിലാവിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഈ പ്രഭാത ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ തോമാസ് ശ്ലീഹായെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തവും വ്യക്തവുമായ ഒരു ദൂത് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ലാസറിൻ്റെ ഉയിർപ്പുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, ലാസർ രോഗിയായിരുന്നു, ആ വിവരം യേശു അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ വീണ്ടും താമസിച്ചാണ് ചെല്ലുന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ലാസർ മരിച്ചിരിക്കുന്നു, അവൻ അടക്കിയിരിക്കുന്നു. 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശു ചോദിക്കുകയാണ്, അവൻ എവിടെയാണ് അടക്കിയിരിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുമ്പോൾ അവിടെയാണ് തോമസ് പ്രത്യക്ഷ പറയുകയാണ്, നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാം, നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാം. അപ്പോൾ ഒരു മരണം, അതിനുശേഷമുണ്ടാകുന്ന ഒരു ജീവിതം, ഇത് തോമസിൻ്റെ ജീവിതത്തിൽ വളരെ പ്രത്യേകമായൊരു കാര്യമാണ്. ഇനി തോമാസ് ശ്ലീഹായുടെ ഈ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശു വിളിച്ചു, വളരെ വ്യക്തിപരമായിട്ട് തോമസ് എൻ്റെ അടുത്ത് വരിക. അതാണല്ലോ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യ അനുഭവം എന്ന് പറയുന്നത്. എമ്മാനുവൽ, ഗാഡ് വിത്ത് us. ആകാശം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് ദൈവം മനുഷ്യന് സാന്നിധ്യം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തോമസിനെ വിളിച്ച് പറഞ്ഞു, നീ എൻ്റെ അടുക്കിലേക്ക് വരിക. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആ യേശു കർത്താവ് വീണ്ടും അവനെ അടുത്തേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. മർക്കോസ് സുവിശേഷത്തിന് 3-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം വായിക്കുന്നുണ്ട്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു,
അവർ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അതിൻ്റെ തുടർവചനമായിട്ടാണ് ഈ ഭാഗം നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. അവൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം വായിക്കുന്നതിനെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അവിടെ നമ്മൾ ഇങ്ങനെ കാണുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം തിരുമുഖത്തിലായിട്ട് നമ്മൾ കാണുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വചനമായ യേശുക്രിസ്തു വചനം ദൈവമായിരുന്നു. ഇനി ആ വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്നതായ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം, ആ സുവിശേഷം ഏതാണ്ട് അവസാനിച്ചു വരുമ്പോഴത്തേക്കും 20-ാം അധ്യായത്തിൽ ആ യേശുവിൻ്റെ ഈ വചനത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനം, നിർവചനം നൽകിക്കൊണ്ടാണ് ഇവിടെ തോമസ് രംഗപ്രവേശം ചെയ്യുക. ഈ ഭാഗത്ത് അവൻ ദൈവമായിരുന്നു എന്നിവിടെ പറഞ്ഞു, വചനം ദൈവമായിരുന്നു. ഈ വചനം മറ്റാരാണ് എന്നിവിടെ തോമസ് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്പോൾ ഈ ദൈവം ആരാണ്? ഈ ദൈവം ഇവിടെ കർത്താവാണ്. അപ്പോൾ ഈ കർത്താവും ദൈവവും ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് തോമസ് ശ്രീക അങ്ങനെ പറയാൻ വേണ്ടി കാരണം? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അത് ദൈവമാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിന് ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാരാണ്? കർത്താവാണ്. ക്യൂരിയോസ്, ദ ലോർഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്? ആദിയിൽ ഏദനിൽ വെച്ച് ദൈവം മനുഷ്യന് കൊടുത്തൊരു ആധിപത്യമുണ്ടായിരുന്നു. സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മേൽ, സൃഷ്ടി മുഴുവൻ്റെ മേൽ, സകല സൃഷ്ടവസ്തുക്കളുടെ മേലും, ജീവജാലങ്ങളുടെ മേലും, ആകാശം ഭൂമിയുടെ മേലും, കാറ്റിൻ്റെയും കടലിൻ്റെയും മേലും ദൈവം ആധിപത്യം കൊടുത്തു. ആ ആധിപത്യമാണ് കർത്തൃത്വം, ദ ലോർഡ്ഷിപ്പ്. പാപം വഴിയായിട്ട് ആ കർത്തൃത്വം നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ട ആധിപത്യവും കർത്തൃത്വവും തിരികെ തരുവാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ആ ഇറങ്ങി വന്ന് ഈ കർത്തൃത്വം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. റീസ്റ്റാബ്ലിഷിങ് ദ ലോർഡ്ഷിപ്പ്. ഈ ആധിപത്യം തിരികെ തരികയാണ്. ആര് തരുന്നു? ദൈവമായ കർത്താവ്. മനുഷ്യന് ഈ ആധിപത്യം കൊടുക്കുമ്പോൾ ആധിപത്യം തരുന്നത് ആരാണ്? കർത്താവ്. അപ്പോൾ ഈ കർത്താവ് യേശുക്രിസ്തുവിന് പല ടൈറ്റിലുകളുണ്ട്, പല പേരുകൾ പറയുന്നുണ്ട്, പല നാമങ്ങളോട് പറയുന്നുണ്ട്. ദൈവപുത്രനാണ്, മനുഷ്യപുത്രനാണ്, രാജാവാണ്, യഹൂദന്മാർ രാജാവാണ്, ഗുരുവാണ്, റബിയാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്, നസ്രായനായ യേശുവാണ്, ദാവീദിൻ്റെ പുത്രനാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന പല 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 ടൈറ്റിലുകളിൽ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും അർത്ഥവത്തുമായതാണ് കർത്താവ്. കാരണം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അദോനായി, ആ ദൈവം ഞാൻ തന്നെയാകുന്നു എന്ന് മോശയോട് പറഞ്ഞു കൊടുത്തത്. നിന്റെ പേരെന്താണെന്ന് ഈജിപ്തിൽ ചെല്ലുമ്പോൾ ഇസ്രായേൽ മക്കൾ ചോദിച്ചാൽ, ഫറവോ ചോദിച്ചാൽ എന്ത് പറയണം എന്ന് ചോദിച്ചപ്പോൾ ദൈവം കൊടുത്ത പേര് ഞാൻ തന്നെയാകുന്നു. ഐ ആം ഹു ഐ ആം. ആ ആധിപത്യം തിരികെ തരുന്നു. ആ ആധിപത്യം ഉള്ളവനാണ് എന്ന് തോമാസ് ശ്ലീഹ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ വിളിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എൻ്റെ പ്രിയമുള്ള സഹോദരരെ, നിങ്ങൾ ലോകത്തിൻ്റെ ഏതേത് ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ പ്രഭാത വിരുന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, എൻ്റെ ദൈവം യേശു ക്രിസ്തു. നിങ്ങൾ ഓരോരുത്തരും ദൈവമാണ്. അവൻ സർവശക്തനാണ്. ആ യേശു ക്രിസ്തു അവൻ കർത്താവാണ്, കർത്തൃത്വം നടത്തി തരുന്നവനാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചു കൊള്ളുക, അവൻ തരുന്നവനാണ്. ആസ്ക്, ഇറ്റ് ഷാൽ ബി ഗിവൻ ടു യു. സീക്ക്, യു വിൽ ഫൈൻഡ്. ആൻഡ് നോക്ക്, ഇറ്റ് ഷാൽ ബി ഓപ്പൺ ടു യു. നീ ചോദിക്കുന്നതെങ്കിൽ ലഭിക്കും, അന്വേഷങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ നിങ്ങൾ തുറന്നു കിട്ടും. എന്തു തുറന്നു കിട്ടും? എവിടെ തട്ടണം? അവൻ്റെ ഹൃദയ കവാടത്തിൽ തട്ടിയാൽ നിനക്ക് വേണ്ടി തുറന്നു തരുന്നൊരു ഹൃദയമുണ്ട്. ആ തുറന്ന ഹൃദയത്തെയാണ് തോമസ് കണ്ടിട്ട് പറഞ്ഞ്, എനിക്ക് കാണണം, എനിക്ക് അടുത്ത് കാണണം, ആ ഹൃദയം എനിക്ക് അടുത്ത് കാണണം. എൻ്റെ കയ്യവിടെ വെക്കണം. എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കയ്യൊപ്പുള്ള ദൈവത്തിൻ്റെ ഹൃദയമെന്ന്, മനുഷ്യൻ്റെ കയ്യൊപ്പുള്ള ദൈവത്തിൻ്റെ ഹൃദയമെന്ന് നിനക്ക് തൊടാം. ദൈവം അത്ര സമീപസ്ഥനാണ്. ടാഞ്ചിബിൾ എക്സ്പീരിയൻസ്. ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് തൊട്ടതുമായ
ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ പറയുന്നു എന്ന് സ്നേഹമുള്ള യോഹന്നാൻ പറയുമല്ലോ. അതാണ് തോമാസിനുണ്ടായ അനുഭവം. അതുകൊണ്ട് പറഞ്ഞു, നീ നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. വിരൽ, ദ ഫിംഗർ ഓഫ് ഗാഡ്. എന്താണ് ഈ വിരലിൻ്റെ പ്രത്യേകത? ദ ഫിംഗർ ഓഫ് ഗാഡ്. മൈക്കലാഞ്ചലോയുടെ വളരെ ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയുടെ ചിത്രമുണ്ടല്ലോ. ദൈവം വിരൽ നീട്ടി മനുഷ്യൻ്റെ അടുത്തേക്ക് എത്തുന്നു. അവിടെ കാണുന്ന ഇങ്ങനെയാണല്ലോ, ആദത്തിൻ്റെതെന്ന് തോന്നുന്നു, കൈ ഇങ്ങനെ താന്ന് തളർന്നു കിടക്കുമ്പോൾ അതിലേക്ക് എത്തിപ്പിടിക്കുവാൻ വേണ്ടി വിരൽ നീട്ടുന്ന ദ ഫിംഗർ ഓഫ് ഗാഡ്, റീച്ചിങ് ഔട്ട് ടു മാൻ. മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്ന, എത്തി നിൽക്കുന്ന ആ ദൈവം. ഞാൻ വാസ്തവത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരാൾ അയച്ചു തന്നതായ ഒരു കവിതാശകലം, ഞാനത് പെട്ടെന്ന് മൊബൈലിൽ തന്നെ അത് പകർത്തിയെടുത്ത് അത് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അത് വളരെ അർത്ഥവത്താണ് എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടി ഇന്ന് ഇവിടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ യേശുവിൻ്റെ ഇന്നത്തെ തിരുനാളുമായി ബന്ധപ്പെടുത്തി ഇത് വളരെ മനോഹരമാണ് എന്നെനിക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഇങ്ങനെയാണ് കാണുന്നത്. എഡ്വേർഡ് ഷിലിറ്റോ എന്ന ഒരു കവിയുടെ കവിത കൃഷ്ണൻ നായർ പരിഭാഷണം ചെയ്തതാണ്. അത് ഇങ്ങനെ ഞാൻ വായിച്ചോട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വാതായനങ്ങൾ അടയ്ക്കപ്പെടുകയാണെങ്കിൽ അങ്ങ് അടുത്തു വരുന്നു. വാതായനങ്ങൾ അടയ്ക്കപ്പെടുകയാണെങ്കിൽ അങ്ങ് അടുത്തു വരുന്നു. ആ കൈകൾ മാത്രം കാണിക്കൂ അങ്ങയുടെ പാർശ്വഭാഗവും. മുറിവുകളെന്നാൽ എന്തെന്ന് ഞങ്ങൾക്കിപ്പോൾ അറിയാം. മുറിവുകളെന്നാൽ എന്തെന്ന് ഞങ്ങൾക്കിപ്പോൾ അറിയാം. ഞങ്ങൾക്ക് പേടിയില്ല. അങ്ങയുടെ തിരുമുറിവുകൾ കാണിക്കൂ. അങ്ങയുടെ തിരുമുറിവുകൾ കാണിക്കൂ. ഹസ്താക്ഷരം കൊണ്ടുള്ള ദൃഢീകരണം ഞങ്ങൾക്കറിയാം. ഹസ്താക്ഷരം കൊണ്ടുള്ള ദൃഢീകരണം ഞങ്ങൾക്കറിയാം. മറ്റീശ്വരന്മാർ അതിശക്തന്മാരായിരുന്നു, പക്ഷേ അങ്ങ് ദുർബലനും. മറ്റീശ്വരന്മാർ അതിശക്തന്മാരായിരുന്നു, പക്ഷേ അങ്ങ് ദുർബലനും. അവർ മുന്നേറി അങ്ങ് ഒരു സിംഹാസനത്തിലേക്ക് കാലിടറി വീണു. പക്ഷേ ഞങ്ങളുടെ മുറിവുകളിലേക്ക് ഈശ്വരൻ്റെ മുറിവുകൾക്ക് സംസാരിക്കാനാവൂ. ഒരീശ്വരനും മുറിവുകളില്ല, ഒരീശ്വരനും മുറിവുകളില്ല. അങ്ങേക്ക് മാത്രമേ മുറിവുകളുള്ളൂ. ഒരീശ്വരനും മുറിവുകളില്ല, അങ്ങേക്ക് മാത്രമേ മുറിവുകളുള്ളൂ. അതുകൊണ്ട് മുറിവുകളുള്ള മനുഷ്യനോട് സംസാരിക്കുവാൻ മുറിവുകളുള്ള ഒരു ഈശ്വരനെ സാധിക്കുകയുള്ളൂ. അതാണ് തോമാശ്ലീഹ കണ്ടുപിടിച്ച കാര്യം. അതാണ് തോമാശ്ലീഹ കണ്ടറിഞ്ഞ കാര്യം. മുറിവുകളുള്ള ഒരു ഈശ്വരനാണ് യേശു ക്രിസ്തു. ആ മുറിവുകളിലേക്കാണ് അവൻ കൈനീട്ടിയത്. ആ മുറിവുകളിലേക്കാണ് എത്തി നോക്കിയത്. അപ്പോൾ യേശു പറഞ്ഞത്, നിന്നെ പ്രവേശിപ്പിക്കുവാൻ എൻ്റെ ഹൃദയം തുറന്നിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും അവൻ്റെ ഹൃദയത്തിൽ ഒരു ഇടമുണ്ട്, ഒരു സ്ഥാനമുണ്ട്. അതിനു വേണ്ടിയാണ് ആ ഹൃദയം തുറക്കപ്പെട്ടത്. ആണിപ്പഴുതുള്ള കരങ്ങളിലൂടെ സ്വർഗത്തിൻ്റെ കവാടം കാണിച്ചു തന്നിട്ട് അതിന് താക്കോലും എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചു. ആ താക്കോല് വിശ്വാസത്തിലൂടെ നീ ഉദ്ധാന ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതാണ്. അതാണല്ലോ ഇന്ന് ഈ ദുഃഖനാന തിരുനാളിൽ നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നത്. മുറിവുകളുള്ളൊരു ദൈവത്തിനെ മനുഷ്യൻ്റെ മുറിവുകൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, മുറിവുണക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ഈ നിമിഷം ഞാൻ വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മുറിവുണക്കുന്ന ദൈവം, മുറിവുകളുള്ള ദൈവം നിങ്ങളുടെ ആത്മാവിൽ, മനസ്സിൽ, ശരീരത്തിലുള്ള മുറിവുകൾ, നിങ്ങളുടെ വ്യക്തിത്വങ്ങളിൽ ഏറ്റിരിക്കുന്ന മുറിവുകൾ, നിങ്ങളുടെ മനസ്സുകളിൽ ഏറ്റിരിക്കുന്ന മുറിവുകൾ, മുറിപ്പെട്ട ഓർമ്മകൾ, സഫലീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ. പ്രിയമുള്ളവരെ, ഈ സമയം മുറിവുകളുള്ള കർത്താവ് അവൻ്റെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകിയ തിരിച്ചുറത്തുള്ളികളാൽ നിങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ശരീരത്തിൽ ഏതേത് രോഗങ്ങളുണ്ടായിരുന്നാലും, ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും, യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലെ തിരിച്ചുറത്തുള്ളികൾ നിങ്ങൾക്ക് വിടുതലും വിശുദ്ധീകരണവും സൗഖ്യവും വീണ്ടെടുപ്പും നൽകുന്നു. അതാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, സർവശക്തനായ ദൈവം, ഗോഡ് ഓൾമൈറ്റി, ഗോഡ് എൽ ഷഡായ്. ആ സർവശക്തനായ ദൈവം തോമാശ്ലീഹ വിളിക്കുന്നു, ഹൃദയപൂർവ്വം വിളിക്കുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്.
പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാനും വിളിക്കുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കാരുണ്യവാനും അതിപരിശുദ്ധനുമായ ദൈവമേ, ഈ സമയത്ത് ലോകമെമ്പാടും ഒരുമിച്ച് ചേർന്നിരുന്ന് അവരവരുടേതായ കാര്യങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ഗുഡ്നസ് ടിവിയുടെ മുമ്പിൽ നിന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, കർത്താവെ, നിന്റെ അനുഗ്രഹം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കണമേ കർത്താവെ, ആകാശം ചായ്ച്ചിറങ്ങി വരണമേ, മേഘത്തേരുകളിൽ തമ്പുരും വെട്ടി താഴെയിറങ്ങുന്ന തമ്പുരാനായ കർത്താവെ, മാലാഖമാരെ അകമ്പടിയോടെ കടന്നു വരുന്ന കർത്താവെ, അവിടുത്തെ അനുഗ്രഹം പ്രിയമക്കളുടെ ഓരോരുത്തരുമേൽ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുക്കണമേ, അനുഗ്രഹം കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയിലേക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4:19 ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അർഹിക്കുന്നതിലും അധികമായി നൽകുന്നവനാണ്. എൻ്റെ ദൈവമേ, കർത്താവേ, നീ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ലോകമെമ്പാടുമുള്ളതായ ജപമാല കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷിതരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഡിവൈൻ ധ്യാന മന്ദിരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷിതരെയും ശുശ്രൂഷകരെയും പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി യേശു കർത്താവ് ഉദ്ധാനം ചെയ്ത് കണ്ടപ്പോഴെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. ആ ലോക സമാധാനം ദൈവമേ എന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാലാഖമാരോട് ചേർന്ന് നിൽക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മാലാഖമാരോട്, പ്രത്യേകിച്ച് മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരോട് ചേർന്ന് നമ്മളുടെ കാവൽ ദൂതന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ മാർപ്പാപ്പയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർദിനാൾ തിരുസംഘത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആർച്ച് ബിഷപ്പുമാരും മെത്രാന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സകല പൗരോഹിത്യ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, ഈ സമയം പ്രത്യേകിച്ച് വിൻസെൻഷൻ സഭയിലെ സകല വൈദികരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ രോഗങ്ങളും നീങ്ങിപ്പോട്ടെ, എല്ലാ ബന്ധനങ്ങളും മാറിപ്പോട്ടെ. കർത്താവ് ശാന്തിയും സമാധാനം നൽകണമേ. ആത്മാവിൽ കൃപയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും ശാന്തിയും സമാധാനം നിറയുമാറാട്ടെ. ദൈവത്തെ വിളിച്ച് ഇതാ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് ഈ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൊണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവ നൈസ് ടൈം. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും, പ്രത്യേകിച്ച് തോമാ ശ്ലീഹായുടെ ഇന്ന് ദുഹ്റാന തിരുനാളിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ.